കർഷക സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി നടക്കുമെന്നായതോടെ സമരവും സംഘർഷങ്ങളുമായി ആകെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലൂടെയാണ് ഹരിയാന കടന്നു പോകുന്നത്. ഡൽഹിക്കും പഞ്ചാബിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹരിയാനയിൽ പഞ്ചാബിന്റെ വീര്യവും ഡൽഹിയുടെ നാഗരികതയും ഇഴചേർന്ന് നിൽക്കുന്നുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റും വിജയിച്ച BJPക്ക് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അടിപതറി. 5 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായ BJP വെറും 5 സീറ്റിലേക്ക് വീണപ്പോൾ കാലിയായ അക്കൗണ്ടിലേക്ക് 5 MP-മാരെ എത്തിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ദുഷ്യന്ത് ചൌട്ടാലയുടെ ജൻ നായക് ജനതാ പാർട്ടി എന്ന JJPയുടെ പിന്തുണയോടെ കൂടിയാണ് ഹരിയാന BJP ഭരിക്കുന്നത്. അതും വെറും 2 സീറ്റിന്റെ പിൻബലത്തിലാണ് അവർ ഹരിയാനയിൽ ഭരണത്തിൽ ഇരിക്കുന്നതും. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ അംഗീകരിക്കാതെ ആയിരക്കണക്കിന് കർഷകരാണ് അവിടെ ദേശീയപാതകൾ ഉപരോധിച്ച് ഇന്നും സമരം നടത്തുന്നത്. തീക്ഷണമായ പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന കർഷകരുടെ പിന്തുണ ഇക്കുറി പൂർണ്ണമായും കോൺഗ്രസിലേക്ക് എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പുമാണ്. ഒക്ടോബർ 1 തെരഞ്ഞെടുപ്പ് നടക്കും. ഫലം വരുന്ന ഒക്ടോബർ 4 കോൺഗ്രസിന്റെ ദിനം ആയിരിക്കുമെന്ന് നേതാക്കന്മാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് വിജയിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ NDAയുടെ ഭാഗമായി നിന്ന JJPയിൽ നിന്നും MLA-മാർ കൂട്ടമായി കോൺഗ്രസിലേക്ക് എത്തുകയാണ്. ഹരിയാനയിൽ JJPക്ക് 10 MLA-മാരാണ് ഉള്ളത്. ഇതിൽ 4 പേരാണ് ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വന്നത്. ഇതിൽ തന്നെ 3 പേർ കോൺഗ്രസിനൊപ്പം ചേരുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഒരാൾ BJPക്കൊപ്പം ചേരുവാനും സാധ്യത കാണുന്നുണ്ട്. JJPക്ക് അവശേഷിക്കുന്നത് വെറും 6 MLA-മാര് മാത്രമാണ്. ഇവരെ ഒപ്പം കൂട്ടാനുള്ള തീവ്ര ശ്രമം കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുമുണ്ട്. MLA-മാരായ ഈശ്വർ സിംഗ്, രാംകരൺ കാല, ദേവേന്ദ്ര ബബ്ലി എന്നിവരാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം. പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളുമാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. തൊട്ടു പിന്നാലെ MLA അനൂപ് ധൻകും രാജിവെക്കുകയായിരുന്നു. രാജിവെച്ച MLA-മാരിൽ BJP JJP സർക്കാരിൽ മന്ത്രിയായിരുന്ന അനൂപ് ധനക് BJPയിൽ ചേർന്നിരിക്കും എന്നാണ് റിപ്പോർട്ട്. ഈശ്വർ സിംഗ്, രാംകരൺ കാല, ദേവേന്ദ്ര ബബ്ലി എന്നിവരാണ് കോൺഗ്രസിന് കൈകൊടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സീറ്റ് തർക്കത്തെ തുടർന്ന് BJP JJP സഖ്യം വേർപിരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JJPക്ക് വേണ്ടി പ്രചാരണം നടത്തിയതിന് 2 MLA-മാർക്കെതിരെ JJP നേതൃത്വം നടപടിയും ആവശ്യപ്പെട്ടിരുന്നു. MLA-മാരായ രാം നിവാസ് സുതർഗേര, ജോഗി റാം സിഹാഗ് എന്നിവർക്കെതിരെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ടത്. മറ്റൊരു MLA-ആയ രാം കുമാർ ഗൗരാം പല ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തിയ നേതാവാണ്. ഇതോടെ ആകെയുള്ള 10 MLA-മാരിൽ 7 പേരും പാർട്ടിക്ക് പുറത്താണെന്ന അവസ്ഥയിലാണ് JJP നിൽക്കുന്നത്. ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും 5 സീറ്റ് വീതം നേടിയപ്പോഴും 10 MLA-മാരുണ്ടായിരുന്ന JJPക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ 90 അംഗ നിയമസഭയിൽ BJP ഉൾപ്പെടുന്ന ഭരണപക്ഷത്തിന് 44 സീറ്റുണ്ട്. ഇതിൽ 3 പേരാണ് കോൺഗ്രസിന് ഒപ്പം ചേരുന്നത്. ഇതോടെ തത്വത്തിൽ പ്രതിപക്ഷത്തിന് 45 സീറ്റുകൾ നിലവിൽ ഹരിയാനയിലുണ്ട്. ഭരണകക്ഷിയേക്കാൾ കൂടുതൽ എന്ന് കാണാം. എന്തായാലും 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ അട്ടിമറിക്ക് നിൽക്കാതെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണെന്നും കോൺഗ്രസ് അറിയിച്ചു.